2023 മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വർഷമാണെന്ന് പറയാൻ പറ്റില്ല. 200-ലധികം സിനിമകൾ റിലീസായ 2023 ബോക്സ് ഓഫീസ് കണക്കെടുക്കുമ്പോൾ നഷ്ടം 500 കോടിക്ക് മുകളിലാണ്. വൻ പ്രതീക്ഷയിൽ വന്ന വലിയ സ്റ്റാറുകളുടെ ചിത്രങ്ങളടക്കം ബോക്സ് ഓഫീസിൽ മൂക്കും കുത്തി വീണു. 4 ചിത്രങ്ങൾ മാത്രമാണ് ബ്ലോക്ക് ബസ്റ്റർ ചാർട്ടിൽ ഉള്ളത്. കൂടാതെ 10-നടുത്ത ചിത്രങ്ങൾ ഹിറ്റ് കാറ്റഗറിയിലും ഉണ്ട്. ബാക്കിയുള്ള ചിത്രങ്ങളെല്ലാം നഷ്ടക്കണക്കുകളാണ് പ്രൊഡ്യൂസർക്ക് നൽകിയത്. 2023 ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങൾ ഏതെന്ന് നോക്കാം ഈ വീഡിയോയിൽ. 2018 ആദ്യ ഹിറ്റായിരുന്നു രോമാഞ്ചം. ശരിക്കും പറഞ്ഞാൽ ഒരു സർപ്രൈസ് ഹിറ്റ്. സൗബിൻ, അർജുൻ അശോകൻ തുടങ്ങിയവർക്കൊപ്പം ഏതാനും നവാഗതരും അണിനിരുന്ന ഈ ചിത്രം സംവിധാനം ചെയ്തത് ജിത്തു മാധവാണ്. ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം തിയേറ്ററിൽ ചിരി പടർത്തി വിജയിച്ചു കയറി. ലോ ബജറ്റിൽ തീർത്ത ചിത്രം മൗത്ത് പബ്ലിസിറ്റി വഴി ഹിറ്റാവുകയായിരുന്നു. 80 കോടിക്ക് മുകളിലാണ് ചിത്രം തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തത്. 2018 ടോവിനോ, ആസിഫ് അലി, ലാല്, കുഞ്ചാക്കോ ബോബൻ, അപർണ, വിനീത് ശ്രീനിവാസൻ തുടങ്ങി വമ്പൻ താരനിര അണിനിരുന്ന 2023 മാത്രമല്ല, മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം. 2018 കേരള പ്രളയത്തെ അടിസ്ഥാനമാക്കി ചെയ്ത ചിത്രം ഡയറക്റ്റ് ചെയ്തത് ജൂഡ് ആന്റണി ജോസഫ്. വലിയ ബജറ്റിൽ ഒരുക്കിയ ചിത്രം 200 കോടിക്കടുത്ത് കളക്ട് ചെയ്തു. OTT റിലീസ് നേരത്തെ ആയതുകൊണ്ട് മാത്രമാണ് ചിത്രത്തിന് 200 കോടി ക്ലബിൽ കയറാൻ പറ്റാഞ്ഞത്. ചിത്രത്തിലെ പ്രളയ സീനുകളും ഗ്രാഫിക്സ് വർക്കുകളും CG വർക്കുകളും ഒക്കെ ഏറെ പ്രശംസിക്കപ്പെട്ടു. RDX, ആന്റണി വർഗീസ്, നീരജ് മാധവ്, ഷെയ്ൻ നിഗം എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി പുതുമുഖ സംവിധായകനായ നഹാസ് ഹിദായത്ത് ഒരുക്കിയ RDX ഓണം റിലീസായിരുന്നു. കൂടെ ഇറങ്ങിയ കിങ് ഓഫ് കൊത്ത, രാമചന്ദ്ര ബോസാൻകോ എന്നീ 2 ചിത്രങ്ങളെയും മലർത്തിയടിച്ചാണ് ചിത്രം ഓണം ബോക്സ് ഓഫീസ് വിന്നറായത്. ഒരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് ആക്ഷൻ ചിത്രമായ RDXൽ അൻബറി മാസ്റ്റേഴ്സിൻ്റെ സ്റ്റണ്ടും സാം സിയസിൻ്റെ മ്യൂസിക്കും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ചിത്രം 80 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുകയും ചെയ്തു. കണ്ണൂർ സ്ക്വാഡ്. കേരളത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി പുറത്തുവന്ന ചിത്രമായിരുന്നു കണ്ണൂർ സ്ക്വാഡ്. നവാഗതനായ റോണി വർഗീസ് രാജ് ഡയറക്റ്റ് ചെയ്ത ചിത്രം മമ്മൂട്ടി, ശബരീഷ്, അസീസ്, റോണി, ഡേവിഡ് രാജ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി. മമ്മൂട്ടി കമ്പനിയായിരുന്നു പ്രൊഡക്ഷൻ. കാർത്തിയുടെ തീരൻ പോലൊരു ചിത്രമായിരുന്നു കണ്ണൂർ സ്ക്വാഡും. വളരെ ലോ ഹൈറ്റിൽ വന്ന ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനമാണ് നടത്തിയത്. 80 കോടി രൂപയ്ക്കടുത്താണ് ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ. ഈ ചിത്രങ്ങൾ കൂടാതെ കാതൽ, നൻപകൽ നേരത്ത് മയക്കം, പാച്ചുവും അത്ഭുതവിളക്കും, പ്രണയവിലാസം, നേര്, മധുര മനോഹര മോഹം, ഫാലിമി, ഗരുഡൻ തുടങ്ങി ഏതാനും ചിത്രങ്ങളും ഹിറ്റ് സ്റ്റാറ്റസ് കൈവരിച്ച ചിത്രങ്ങളാണ്. ഈ 2023 മലയാള സിനിമയുടെ പ്രകടനത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? ഏതാണ് നിങ്ങൾ കണ്ട 2023 ഏറ്റവും മികച്ച ചിത്രം? കമൻറ്റ് ചെയ്യുമല്ലോ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.